പ്രിയപ്പെട്ട കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളെ, നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പോയിന്റേഴ്സ് എന്ന് പറയുന്ന ഭാഗം. അതിൻ്റെ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പോയിന്റർ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ രണ്ടാം വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ പാഠത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോയിന്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പോയിന്റേഴ്സ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. പോയിന്റർ ഇസ് എ വേരിയബിൾ. അതൊരു വേരിയബിളാണ്. നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിനകത്ത് വേരിയബിൾ എഴുതാറുണ്ട്, അല്ലേ? വേരിയബിൾ നമ്മൾ സാധാരണ എഴുതുന്നതാണ് INT A. A ഇസ് എ വേരിയബിൾ. എ എന്ന് പറയുന്നത് വേരിയബിളാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എയുടെ A ഇസ് എ വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? We can store a value to the variable A. A എന്ന് പറയുന്ന വേരിയബിളിൽ നമുക്കൊരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞ പോലെ പോയിന്റർ ഒരു വേരിയബിളാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണ്? പോയിന്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. പോയിന്ററിൻ്റെ പ്രത്യേകത, പോയിന്റർ ഒരു വേരിയബിളാണ്, പക്ഷേ അതിനെന്ത് കഴിവുണ്ട്? ഇറ്റ് ക്യാൻ ഹോൾഡ് ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, ആർ വാല്യൂ എൽ വാല്യൂ എന്നൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ INT A എന്ന് ഉള്ളൊരു വേരിയബിൾ നമ്മൾ പ്രോഗ്രാമിനകത്ത് നമ്മൾ എഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? A എന്ന് പറയുന്ന വേരിയബിളിനൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. സിസ്റ്റത്തിനുള്ളിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യും. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ വേരിയബിളിൻ്റെ പേര് അവിടെ കാണും, ഒരു സ്പേസ് കാണും. ഇതിൻ്റെ അകത്ത് ഈ സ്പേസിനകത്ത് എന്താണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അത് കൂടാതെ അതിൻ്റെ താഴെയായിട്ട് ഒരു നമ്പർ കാണും. അത് എന്താണ്? A എന്ന് പറയുന്ന വേരിയബിളിൽ പോയി ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. A എന്ന് പറയുന്ന വേരിയബിളിൽ പോയി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അത് പോയി സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിന് സിസ്റ്റം അസൈൻ ചെയ്യുന്ന ഒരു പേര്, നമ്പറാണ്. അതിന് പറയുന്ന പേരാണ് മെമ്മറി അഡ്രസ്. അപ്പോൾ എല്ലാ വേരിയബിളിനും മെമ്മറി അഡ്രസ് ഉണ്ട്, പോയി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത് ഈ പോയിന്റർ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ അഡ്രസ്സ് കിട്ടിയാൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അത് പഠിക്കുന്നത്. അപ്പോൾ പോയിന്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷൻ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു കഴിവുണ്ട് ആർക്ക്? പോയിന്റർ. ഇപ്പം നമ്മൾ പോയിന്റ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ പറയുകയാണ്. പോയിന്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട് അതിൻ്റെ സിൻടാക്സ് ഡാറ്റ ടൈപ്പ് ആദ്യം എഴുതണം, സ്പേസ് ഇടണം, ഒരു ആസ്ട്രിക് സിമ്പിൾ അല്ലെ സ്റ്റാർ സിമ്പിൾ ഇടണം, വേരിയബിൾ ഇടണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിനകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്തില്ല? ഈ സ്റ്റാർ ഇല്ല. ബാക്കി സിൻടാക്സ് സെയിമാണ്. ഡാറ്റ ടൈപ്പ്, വേരിയബിളിൻ്റെ പേര്. ഇവിടെ എന്തോടെ എക്സ്ട്രാ വന്നു? ഒരു ആസ്ട്രിക് സിമ്പിളൂടെ അല്ലെങ്കിൽ സ്റ്റാർ സിമ്പിളൂടെ കൂടുതലായി വന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. അതിന് കൂടെ എഴുതുന്ന ഒരു സിമ്പിളാണ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്ററാണ് സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെവിടെ എഴുതും? ഡാറ്റ ടൈപ്പിൻ്റെയും വേരിയബിളിൻ്റെയും ഇടയ്ക്കായിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇൻറ്റിജർ INT സ്റ്റാർ P. INT എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ്, സ്റ്റാർ എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്ന സിമ്പിൾ, P എന്ന് പറയുന്നത് പോയിന്റർ വേരിയബിൾ. പോയിന്റർ വേരിയബിൾ ഇല്ലാതാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് എഴുതുന്നെങ്കിൽ INT X എന്ന് എഴുതി, അതിൻ്റെ പേര് X എന്ന് എഴുതി. ഇത് ഡാറ്റ ടൈപ്പ്, ഒരു വേരിയബിൾ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആസ്ട്രിക് സിമ്പിൾ അല്ലെങ്കിൽ സ്റ്റാർ സിമ്പിൾ വന്നു എന്നുള്ളതാണ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഒന്ന് പോയിന്റർ വേരിയബിളും ഒന്ന് നോർമൽ വേരിയബിളും. ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇതേപോലെ എക്സാമ്പിൾ ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ INT സ്റ്റാർ PTR1, ഫ്ലോട്ട് സ്റ്റാർ PTR2. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതി? ഒരു സ്ട്രക്ചർ വെച്ച് എഴുതിയായിരുന്നു. നമ്മൾ ഓർമ്മയുണ്ടാവും.
സ്ട്രക്റ്റ്, സ്റ്റുഡൻറ്റ്, സ്റ്റാർ PTR3 അല്ലേ, 3 പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് എഴുതിയത്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത്, അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത് വരുന്നത്. പോയിന്റർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിനാണ് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ്. അഡ്രസ്സ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ചില ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കണം. ഇപ്പോൾ പോയിന്ററിനകത്ത് പ്രധാനപ്പെട്ട 2 ഓപ്പറേറ്ററിനെ പറ്റിയാണ് ഇനി പഠിക്കുന്നത്. ദ മെയിൻ 2 ഓപ്പറേറ്റേഴ്സ് ആർ, ഒന്ന് ആംപർസൻഡ് സിമ്പിൾ, ആൻഡ് എന്ന് പറയുന്ന സിമ്പിൾ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദി സ്റ്റാർ സിമ്പിൾ. ഇപ്പോൾ സ്റ്റാർ സിമ്പിൾ തൊട്ട് മുമ്പ് പറഞ്ഞു. എന്തിനാണ് ഇപ്പോൾ സ്റ്റാർ സിമ്പിൾ? ഇപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഒന്ന് ഓൾറെഡി പറഞ്ഞ എന്താണ്, ഇതിനു വേണ്ടിയാണ് ടു ഡിക്ലെയർ എ പോയിന്റർ വേരിയബിൾ. ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സ്റ്റാർ സിമ്പിൾ ഉണ്ട്. അത് കൂടാതെ അടുത്ത യൂസാണ് പറയാൻ പോകുന്നത്. അപ്പം 2 ഓപ്പറേറ്റേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 2 ഓപ്പറേറ്റേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന് ആംപർസൻഡ് സിമ്പിൾ എന്ന് പറയുന്ന ഓപ്പറേറ്ററും രണ്ടാമത്തേത് സ്റ്റാർ സിമ്പിൾ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ആസ്റ്റിക് സിമ്പിൾ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നാണ് ഇനി പറയുന്നത്. അപ്പം അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേത് ആംപർസൻഡ് സിമ്പിൾ അല്ലേ. ആംപർസൻഡ് സിമ്പിൾ നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്, ആംപർസൻഡ് സിമ്പിൾ ഈസ് യൂസ്ഡ് ടു get the address of a variable. ഇത് യൂസ് ചെയ്യുന്നതിനാണ് to get the address of a variable. ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുക്കാൻ ഈ ആംപർസൻഡ് സിമ്പിൾ നമ്മളെ സഹായിക്കും. ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെമ്മറി അഡ്രസ് ഓഫ് ദ ലൊക്കേഷൻസ് ഓഫ് ദ സെയിം ഡാറ്റ ടൈപ്പ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഇറ്റ്. ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിളിൽ അതിൻ്റെ അഡ്രസ്സ് അതിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ആംപർസൻഡ്. C++ പ്രൊവൈഡ് ആൻ ഓപ്പറേറ്റർ നെയിംഡ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. ഇത് പറയുന്ന പേര് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ to get the address of a variable. അപ്പോൾ ആംപർസൻഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തിനാണ്? ടു ഗെറ്റ് ദി അഡ്രസ് ഓഫ് എ വേരിയബിൾ. എന്താ ഈ ഓപ്പറേറ്റർ പേര്? എന്താണ്? അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നാണ് ഈ സിമ്പിളിൻ്റെ പേര്. ഇനി അതെങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു നോർമൽ പ്രോഗ്രാം ഇതിനകത്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. int num ഈസ് ഈക്വൽ ടു 25. സാധാരണ ഒരു നോർമൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സിസ്റ്റത്തിനുള്ളിൽ എന്ത് സംഭവിക്കും? ഒരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടാകുന്നത്? ഒരു മെമ്മറി സ്പേസ്. ആ സ്പേസിൻ്റെ പേര്, അതിൻ്റെ വേരിയബിളിൻ്റെ പേരുണ്ട്. ആ സ്പേസിന് num എന്ന പേരുണ്ട്. അതുകൂടാതെ 25 എന്ന് പറയുന്ന നമ്പർ അതിൽ സ്റ്റോർ ചെയ്യും. 25 എന്ന് പറയുന്ന നമ്പർ അതിൽ സ്റ്റോർ ചെയ്യും. അതുകൂടാതെ എന്തുണ്ട്? ഒരു മെമ്മറി അഡ്രസ്സും ഉണ്ടാവും. ഇപ്പം നമുക്ക് പ്രോഗ്രാമിൽ കൂടെ എന്ത് ചെയ്യാം? ഈ 25 എന്ന് പറയുന്ന നമ്പറിനെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. എന്ത് ചെയ്താൽ മതി? cout num എന്നുള്ള വേരിയബിൾ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാമെങ്കിൽ എന്ത് സംഭവിക്കും? കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ 25 എന്ന് പറയുന്ന നമ്പർ ഡിസ്പ്ലേ. നമുക്ക് 25 എന്ന് പറയുന്ന നമ്പർ വേണം. അതേപോലെ ഈ 1001 എന്ന് പറയുന്ന അഡ്രസ്സ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അവിടെയാണ് ആംപർസൻഡ് സിമ്പിളിൻ്റെ പ്രസക്തിയും പോയിന്ററിൻ്റെ പ്രസക്തിയും ഒക്കെ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ 1001 എന്തിനാ 1001 എടുത്താൽ എന്താ ഗുണം? എന്താ? ഇരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുമെങ്കിൽ അതിൻ്റെ അകത്തുള്ള വേരിയബിൾ
അതിൻ്റെ അകത്തുള്ള നമ്പർ ഏതാണെന്ന്, സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കും. സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. എന്നാൽ കൂടി നമുക്ക് അഡ്രസ്സ് കിട്ടാമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതിനുവേണ്ടിയാണ് ഈ പോയിന്റർ എന്ന് പറയുന്ന ഭാഗം നമ്മൾ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് ഒക്കെ പഠിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം INT NUM 25 എന്ന് കൊടുത്താൽ ഇതേപോലെ ഉണ്ടാവും, സ്പേസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇനി ഇത് ഈ 1001 എന്ന് പറയുന്ന വാല്യൂവിനെ എടുക്കണം എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഒരു പോയിന്റർ വേരിയബിൾ വേണം. അപ്പോൾ നമ്മൾ ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. INT ആദ്യത്തെ വേരിയബിൾ ഇൻഡിജർ ആണെങ്കിൽ പോയിന്റർ വേരിയബിളും അതേ ഡാറ്റ ടൈപ്പ് ഉള്ളത് തന്നെ ആയിരിക്കണം. അപ്പോൾ INT സ്റ്റാർ PTR1 പോയിന്റർ വേരിയബിൾ. പോയിന്റർ വേരിയബിളിൻ്റെ പേര് PTR1 എന്നാണ്. അപ്പോൾ പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? INT NUM num = 25 എന്ന് കൊടുക്കുമ്പം ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത പോലെ ഇതിനും ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഇതിനും ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. എങ്ങനെയാണ്? ഒരു മെമ്മറി സ്പേസ്, അതിൻ്റെ പേരെന്താണ്? PTR1. Consider the statement INT NUM = 25. ഒരു നോർമൽ ഡിക്ലറേഷനാണ്. NUM എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിലേക്ക് 25 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇത്രയും ചെയ്ത് കഴിയുമ്പം എഴുതി കഴിയുമ്പോൾ സിസ്റ്റത്തിനുള്ളിൽ എന്ത് സംഭവിക്കും? ഇതേപോലെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. അവിടെ എന്തൊക്കെയുണ്ട്? NUM എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, 25 എന്ന് പറയുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ വാല്യൂ ഉണ്ട്, കൂടാതെ 1001 എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്, ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ട്. മെമ്മറി അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ 1001, 1002 എന്ന് പറയുന്ന നമ്പറല്ല, ഇറ്റ് ഈസ് ആൻ ഹെക്സാഡെസിമൽ നമ്പർ. ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചതാണ്. ഹെക്സാഡെസിമൽ നമ്പർ എന്താണ്? ഹെക്സാഡെസിമൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റ്സ് അല്ലേ? ആൽഫബറ്റും നമ്പേഴ്സും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അത്തരം ഒരു നമ്പറാണ് സിസ്റ്റത്തിനുള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാകാനായിട്ട് 1001, 1002 എന്നൊക്കെ എഴുതുന്നത് മാത്രം. അപ്പോൾ ഇവിടെ ഈ നമ്പർ 25 എന്ന് പറയുന്ന നമ്പർ നമ്മുടെ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? Cout ഓപ്പറേറ്റർ NUM എന്ന് കൊടുത്താൽ മതി. ഇതേപോലെ എന്ത് ചെയ്യണം? ഈ 1001 എന്ന് പറയുന്ന അഡ്രസ്സ് എടുക്കണം. അതിനാണ് നമ്മൾ പോയിന്റർ പഠിച്ചത്. ഈ 25 എന്ന് പറയുന്ന നമ്പർ എടുക്കാൻ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ഇത് എഴുതിയാൽ മതി. 1001 എന്ന് പറയുന്ന കണ്ടന്റ് എടുക്കാൻ എന്ത് ചെയ്യണം? ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. എങ്ങനെയാണ്? INT സ്റ്റാർ PTR1. അപ്പോൾ INT NUM 25 എന്ന് കൊടുത്തപ്പോൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോഴും സിസ്റ്റത്തിനുള്ളിൽ ആവശ്യമുള്ള സ്ഥലം ക്രിയേറ്റ് ചെയ്യും. ഇതേപോലെ ഒരു സ്പേസ്, അതിനൊരു പേര്, അതിനൊരു കണ്ടന്റ്, അതിനൊരു മെമ്മറി അഡ്രസ്സ്. അതിന് മെമ്മറി അഡ്രസ്സ് ഉണ്ട്, പക്ഷേ അതിൽ ബ്ലാങ്ക് ആയിരിക്കും. അതിലെന്താ വരുന്നത്? മറ്റൊരു വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടും. മറ്റൊരു വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടും. അതിനുവേണ്ടി അത് ബ്ലാങ്ക് ആയിട്ട് റെഡിയായി നിൽക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കി. ഇവിടെ നടക്കുന്ന പ്രവർത്തനം നോക്കി. If NUM is an integer variable, its address can be stored in PTR1. NUM എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റിജർ നമ്പറിൻ്റെ അഡ്രസ്സ് 1001 എവിടെ സ്റ്റോർ ചെയ്യും? ഈ PTR എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സ്റ്റോർ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ എങ്ങനെ എഴുതാം? PTR1 = NUM. അതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. പോയിന്റർ വേരിയബിൾ = വേരിയബിൾ. ഏത് വേരിയബിളിൻ്റെയാണോ അഡ്രസ്സ് സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിൾ എഴുതണം. അതിന് മുൻപായിട്ട് ആംപർസൻഡ് സിമ്പിൾ ഇടണം. അത് മറ്റൊരു പോയിന്റർ വേരിയബിളിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? PTR1 = NUM. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയേ. ഇതേപോലെ ഇരിക്കും. 1001 മുമ്പ് ഞാൻ പറഞ്ഞ ഈ ബ്ലാങ്ക് സ്പേസിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയും ഒരു പോയിന്റർ ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങോട്ട് മെമ്മറി അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അഡ്രസ്സ് എടുക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്?
ആംബർസൺ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെ കൊടുക്കേണ്ടത്? പോയിൻ്റർ വേരിയബിൾ ഈസ് ഈക്വൽ ടു ആംബർസൺ സിമ്പിൾ, ഏത് വേരിയബിളാണോ ആ വേരിയബിൾ. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് NUM ആണ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ NUM എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ പ്രവർത്തന രീതി. അടുത്തത് സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അതിന് ഇവിടെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഡയറക്ഷൻ ഓർ ഡീറഫറൻസ് ഓപ്പറേറ്റർ എന്നാണ്. ഈ ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നതെന്ന് നോക്കി. ഈ ഓപ്പറേറ്റർ നമുക്ക് retrieve the value of pointed to by the pointer and display on the screen. ഇവിടെ എന്ത് സംഭവിക്കും? അതായത് അതിൻ്റെ വാല്യൂ നമ്മുടെ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് തരാൻ നമുക്ക് മറ്റു മെത്തേഡുണ്ട്. സി ഔട്ട് നെയിം എന്ന് കൊടുത്താൽ മതി. ഇവിടെ എന്താ പ്രത്യേകത? അഡ്രസ്സ് അറിയാമെങ്കിൽ ആ അഡ്രസ്സ് വെച്ചിട്ട് അതിലുള്ള കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് സ്റ്റാറിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ സി ഔട്ട് സ്റ്റാർ PTR1. PTR1 അത് എന്തുണ്ടായിരുന്നു? 1001 എന്നുണ്ടായിരുന്നു അല്ലേ? 1001 എന്ന് പറയുന്ന അഡ്രസ്സിൻ്റെ കണ്ടൻറ്റ് എന്താണ്? 25 ഇവിടെ. അത് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ സി ഔട്ട് സ്റ്റാർ PTR1 എന്ന് വെച്ചാൽ എന്ത് തന്നെ കിട്ടുന്നത്? സി ഔട്ട് NUM എന്ന് എഴുതുന്നതിന് തുല്യം തന്നെയാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഈക്വലൻ ടു ദി സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് NUM എന്നതിന് തുല്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ദിസ് ഓപ്പറേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് എ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. സ്റ്റാർ ഓപ്പറേറ്ററിന് ഒരു പേരൂടെ നമ്മൾ കൊടുക്കുന്നു. വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇനി ഒരു നോട്ട് ഇവിടെ ഈ രണ്ട് ഓപ്പറേറ്ററും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ ഒരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഓപ്പറേറ്റർ അഡ്രസ് ഓഫ്, അതായത് ആംബ്രസൺ, ആൻഡ് ഇൻഡയറക്ഷൻ, അതായത് ആസ്ട്രിക് സിമ്പിൾ, ആർ യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ എന്താ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചാണ് അല്ലേ? യൂണറി, ബൈനറി, ടെർണറി എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വളരെ വിശദമായി പഠിച്ചതാണ്. എന്താണ് യൂണറി? ഒരു ഓപ്പറേറ്ററും ഒരു ഓപ്പറൻറ്റും മാത്രമുള്ളതിനെയാണ് എന്ത് പറയുന്നത്? യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ദി ആംബ്രസൺ ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് വിത്ത് എനി കൈൻഡ് ഓഫ് വേരിയബിൾ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ഓപ്പറേറ്റർ ഏത് വേരിയബിളിൻ്റെ കൂടെ യൂസ് ചെയ്യാം. നമ്മളിവിടെ ഏതൊക്കെ വേരിയബിൾ പഠിച്ചു? നോർമൽ വേരിയബിൾ പഠിച്ചു, പോയിൻ്റർ വേരിയബിൾ പഠിച്ചു. അപ്പം ആൻഡ് എന്ന് പറയുന്നത് നോർമൽ വേരിയബിളിൻ്റെ കൂടെ യൂസ് ചെയ്യാം, പോയിൻ്റർ വേരിയബിളിൻ്റെ കൂടെ യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് അസോസിയേറ്റ് വിത്ത് മെമ്മറി അഡ്രസ്. അതുകൊണ്ടാണ് ഇത് രണ്ടിൻ്റെ കൂടെ യൂസ് ചെയ്യാം. പക്ഷേ ബട്ട് ദ സ്റ്റാർ ഓപ്പറേറ്റർ, ഇനി നമ്മൾ രണ്ടാമത് പഠിച്ച രണ്ടാമത്തെ ഓപ്പറേറ്റർ ഏതാണ്? സ്റ്റാർ അല്ലെങ്കിൽ ആസ്ട്രിക് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വിത്ത് പോയിൻ്റർ. പോയിൻ്ററിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, നോർമൽ വേരിയബിളിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വിത്ത് ദി പോയിൻ്റർ. ദാറ്റ് മീൻസ് പോയിൻ്റർ വേരിയബിളിൻ്റെ കൂടെ മാത്രമാണ് ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. നമ്മൾ അപ്പുറത്ത് പഠിച്ച ഒരു പടമാണ് കാണിച്ചേക്കുന്നത്. രണ്ട് വേരിയബിൾ, നം എന്ന് പറയുന്ന വേരിയബിളും PTR1 എന്ന് പറയുന്ന വേരിയബിളും. നം എന്ന് പറയുന്നത് നോർമൽ വേരിയബിൾ, PTR എന്ന് പറയുന്നത് പോയിൻ്റർ വേരിയബിൾ. എങ്ങനെ പോയിൻ്റർ വേരിയബിളാണെന്ന് മനസ്സിലാകുന്നത്? ഇറ്റ്സ് പോയിൻറ്റിങ് ടു ദി നം. NUM എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അതിനെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് അഡ്രസ്സിലേക്ക് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. മേളിലുള്ള കാര്യങ്ങളെ ബേസ് ചെയ്ത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് ഇതുപോലെ ചോദിക്കാം. സി ഔട്ട് ഓപ്പറേറ്റർ ആംബ്രസൺ NUM. ആംബ്രസൺ എന്ന് കൊടുക്കുന്നത് കണ്ടാൽ അന്നേരം തന്നെ നിങ്ങൾ ഒരിക്കലും എന്ത് എഴുതാൻ പാടില്ല? കണ്ടൻറ്റ് എഴുതാൻ പാടില്ല. എപ്പോഴും അഡ്രസ്സ് ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടെ 1001 എന്നുള്ളതാണ് അഡ്രസ്സ്. എന്തിൻ്റെ അഡ്രസ്സാണ്? 25 എന്ന് പറയുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന NUM എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അത് ആണ് എഴുതേണ്ടത്. അടുത്തത് സി ഔട്ട് PTR1. സി ഔട്ട് PTR1 പോയിൻ്റർ വേരിയബിളാണ്. എന്താണ് പോയിൻ്റർ വേരിയബിൾ ഇതിനകത്തുള്ളത്? പോയിൻ്റർ വേരിയബിളിനകത്ത് 1001 കിടക്കുന്നല്ലേ? ഇവിടെ പോയിൻ്റർ PTR1 എന്ന് പറയുന്ന ഈ കോളത്തിൽ 1001 കിടക്കുന്ന ആൻസർ 1001 വരും. അടുത്തത് സി ഔട്ട് NUM. ഈ NUM എന്ന് പറയുന്ന കോളത്തിൽ എന്താണ് കിടക്കുന്നത്? 25 ആണ്. എൻ്റെ കണ്ടൻ്റാണ്, എൻ്റെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. കണ്ടൻറ്റ് ഓഫ് വേരിയബിൾ നം. അടുത്തത് സി ഔട്ട് സ്റ്റാർ PTR1. സ്റ്റാർ എന്ന് വന്നാൽ എന്താ എപ്പോഴും കിട്ടുന്നത്?
വാല്യൂ അല്ല കണ്ടൻ്റ് ആയിരിക്കും. എന്തിൻ്റെയാണ്? ആ വേരിയബിളിൻ്റെ അല്ലേ. അപ്പം ptr1 എന്ന് പറയുന്ന വേരിയബിളിൽ ഉള്ള ഏതാണ്? ഒരു അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് ഇരിക്കുന്നിടത്തെ കണ്ടൻറ്റ് 25ആണ്. 1001 എന്നുള്ള അഡ്രസ്സ് എവിടെ ഇരിക്കുന്നത്? ഇവിടെയാണ്. അതിൻ്റെ കണ്ടൻറ്റ് 25, അത് ഡിസ്പ്ലേ. അടുത്തത് സി ഔട്ട് ആംബ്രസൺ ptr1. ഞാൻ ആദ്യമേ പറഞ്ഞു ആംബ്രസൺ എന്ന് പറഞ്ഞ സിമ്പിൾ കണ്ട ഒരിക്കലും കണ്ടൻറ്റ് എഴുതരുത്. അവിടെ നിങ്ങൾ എഴുതേണ്ടത് അഡ്രസ്സാണ്. ഇവിടെ ptr1 എന്ന് പറയുന്ന വേരിയബിൾ ഇതാണ്. അതിൻ്റെ അഡ്രസ്സ് തൊട്ട് താഴെ ഉണ്ട് അല്ലേ, 1500. അതാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അടുത്തത് സി ഔട്ട് സ്റ്റാർ NUM. സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ മുമ്പേ പഠിച്ചു. പോയിൻ്ററിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഈ മേളിലുള്ള എക്സാമ്പിളിനകത്ത് പോയിൻ്റർ ഏതാണ്? ptr1 ആണ്. NUM എന്ന് പറയുന്നത് നോർമൽ വേരിയബിളാണ്. അതുകൊണ്ട് ആൻസർ എററായിരിക്കും. ഇത് എററായി വരാൻ കാരണം എന്താണ്? ഓപ്പറേറ്റർ സ്റ്റാർ ഷുഡ് ബി യൂസ്ഡ് ഓൺലി വിത്ത് പോയിൻ്റർ. ഇത്രയാണ് പോയിൻ്ററുമായി ബന്ധപ്പെട്ട് പോയിൻ്ററിൻ്റെ ഡിക്ലറേഷൻ, അതിൻ്റെ അകത്ത് എഴുതേണ്ട മെത്തേഡ്, അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ വരെയുള്ള ഭാഗം ഇവിടെ വരെയാണ്. ഇത്രയും ഒന്ന് നന്നായി മനസ്സിലാക്കുക. തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.